എൻ്റെ ഈ പാനിപൂരി ഭ്രാന്ത് പ്രകൃതിക്ക് പോലും സഹിക്കുന്നില്ല. എന്തായാലും നാട്ടിൽ പോയ സങ്കടമൊക്കെ മാറി ഞാനൊന്ന് അഡ്ജസ്റ്റ് ആയി വന്നു. ഇന്നലെ മീഷോ ഒന്ന് വാങ്ങി മാല ഇത് ഇങ്ങനെ ഇട്ടപ്പോൾ എനിക്ക് കുറച്ച് ഇഷ്ടമായിട്ടോ. മൈസൂരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ ഈ പാനിപൂരി. അത് ഈ കാക്ക തന്നെ ഉണ്ടാക്കണം കേട്ടോ. നല്ല എരിവും പുളിയൊക്കെ ഉള്ള കിടിലം പാനിപൂരി. ഇനി അടുത്തത് നമ്മുടെ മെയിൻ സ്പോട്ട്. ഇത് സൂഫിന്റെ ഫേവറേറ്റ് ആണ്. ഇവിടെ നല്ല അടിപൊളി കേരള ചായ, നല്ല അടിച്ച ചായ കിട്ടും. ഒരു ചായ ഫാൻസ് അല്ലാത്ത ഞങ്ങൾ ചായ ഫാൻസ് ആക്കിയൊരു കടയാണ്. അതിൻ്റെ ഇടയിൽ ചെറിയ ഓണം സെലിബ്രേഷൻ ഉണ്ട് നാളെ. അപ്പോൾ അതിൻ്റെ ഒരു പൂ വാങ്ങി. ഇതൊക്കെ ഓവറാന്ന് എനിക്കറിയാം, എന്നാലും എനിക്കൊരു പൂ വെക്കാനൊരു പൂതി. അത് മുല്ലപ്പൂ എന്നല്ല, അതൊരു ഡിഫറെൻറ്റ് കളർ പൂ ആയിക്കോട്ടെ എന്ന് വെച്ച് വൈകുന്നേരം വന്ന് ഡിന്നറിലുള്ള പരിപാടിയാണ്. ഇങ്ങനത്തെ ചെറിയ ചെറിയ പടികൾ എനിക്കും വലിയ വലിയ പടികൾ സൂഫിക്കും. അതാണ് ഇവിടുത്തെ ഒരു അലൈൻമെന്റ്. ചിക്കൻ വെട്ടുന്ന കണ്ട എൻ്റെ തിയോക്കൊരു വിരളി പിടിച്ച വരിക്കാണ്. എന്താണെന്നറിയില്ല, അവൻ അവിടുന്ന് ചുറ്റുപാടുന്ന് മാറിയില്ല. വെട്ടുമ്പോൾ ഒരു കുഞ്ഞിക്കൈ കണ്ടിട്ടോ. കാണാൻ ക്യൂട്ടാണെങ്കിലും ഭയങ്കര ഇറിറ്റേഷനാണ്. നമ്മൾ എന്ത് മുറിക്കാൻ വന്നാലും ആ കുഞ്ഞിക്കൈ എവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ പെട്ടെന്ന് ഞാനൊരു ചെറിയൊരു ഡിന്നർ സെറ്റാക്കി. നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇനി തട്ടിക്കുട്ടി ഡിന്നറൊക്കെ തന്നെ ആയിരിക്കും. രാത്രി ആയപ്പോൾ ഞാൻ ആലോചിച്ച് നാളെ ഇടാല കമ്മലില്ല, കമ്മൽ വേണമെന്ന് പറഞ്ഞപ്പോൾ സൂഫി ഒരു ചായം കൂടി ഡിമാൻഡ് ചെയ്തു. ഓഫ്കോഴ്സ് ഞാനൊന്നും പറഞ്ഞില്ല, കുടിക്കുകയാണെങ്കിൽ കുടിക്കട്ടെ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഹോസ്റ്റലിൽ പോയി. അവിടെ സ്റ്റുഡൻസ് ഇങ്ങനെ തിരുവാതിര പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ആര്യൻ്റെ അടുത്ത് പോയിട്ടാണ് കമ്മൽ വാങ്ങുന്നത്. ഷി വാസ് മൈ സ്റ്റുഡൻറ്റ് ആൻഡ് ഇപ്പോൾ എൻ്റെ കൊളീഗാണ്. സോ ഇവളിതായി ഹെൽത്തി കുട്ടിയായിട്ട് കുറേ നട്ട്സൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഉള്ളിൽ നാഗവല്ലി അങ്ങ് ഉണർന്നു. സാരി, കമ്മൽ, മാല അങ്ങനെയൊക്കെ. അപ്പോൾ ഓക്കെ ബൈ.